ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഡൈമെൻഷൻസ് അതൊക്കെ എവിടെ നിന്നാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞു 2 ഭാഗങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. ഒന്ന് യൂണിറ്റ്സും ഒന്ന് മെഷർമെൻറ്റ്സും. നമ്മളിപ്പോൾ എന്തായാലും യൂണിറ്റ്സ് എന്നുള്ള ഭാഗം ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്കുള്ളത് ആകെ കൂടിയുള്ളത് മെഷർമെൻറ്റ്സ് ആണ്, അളവ്. ആ ഒരു ഭാഗമാണ് നമ്മൾ വീഡിയോൻ്റെ ആദ്യം ചോദിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോവളം ബീച്ച് നിങ്ങൾക്ക് ഒരു കണക്ക് തരികയാണ്. കോവളം ബീച്ചിലത്തെ, തിരുവനന്തപുരത്തുള്ള കോവളം ബീച്ചിലത്തെ മണൽത്തരികളുടെ എണ്ണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയാണ്. ഇത് നമുക്ക് സിമ്പിൾ മാത്തമാറ്റിക്സോട് കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ്, പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർമി എസ്റ്റിമേഷൻ. അതായത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും ഇത് ഇങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എന്താണ് അപ്രോക്സിമേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരന്ന് കിടക്കണ ഈ ഒരു കോവളം ബീച്ചിനെ ഞാനൊരു റെക്ടാങ്കുലർ ബ്ലോക്കായിട്ട് അസ്യൂം ചെയ്യാണ്. അപ്പോൾ അതിലെന്തുണ്ടാവും? ഒരു ലെങ്ത് ഉണ്ടാവും, ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവും? ഒരു ചെറിയൊരു ഹൈറ്റും ഉണ്ടാവും. അതായത് ഡെപ്ത്ത്. അതായത് ഈ ഡെപ്തിനെ എടുക്കുന്ന എന്താണ്? ഇതിൻ്റെ മണലിൻ്റെ എത്ര മണലിൻ്റെ ഡെപ്ത്ത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് എടുക്കണത്. അപ്പോൾ ഞാൻ അതുപോലെ നീളം എടുക്കും, അതുപോലെ വീതി എടുക്കും. ഇതെടുത്തിട്ട് ഞാൻ ഇൻഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ഒരു വോളിയം കിട്ടും. അതായത് ഇത് എത്ര ഉണ്ട്, ഇത് ഫുള്ള് എത്ര ഉണ്ട് എന്നുള്ളൊരു വോളിയം കിട്ടും. അതായത് L/B/H ചെയ്താൽ ഫുള്ള് വോളിയം കിട്ടും നമുക്ക്. പിന്നെ വേറൊരു കാര്യം പറയാം. നമ്മുടെ ഒരു മണൽത്തരിയുടെ ഞാൻ കറക്റ്റ് പ്രിസൈസായിട്ട് ഞാൻ അതിൻ്റെ അളവെടുക്കും. ഒരു മണൽത്തരിയുടെ അതിൻ്റെ വോളിയം അതൊരു സ്പിയറായിട്ട് ഞാൻ അസ്യൂം ചെയ്യും. പിന്നെ അതിനെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. വോളിയം എന്താ? 4/3 πr³. ആ 4/3 πr³ അതിൻ്റെ വോളിയം അല്ല, അതിൻ്റെ ഡയാമീറ്റർ ആണ് നമുക്ക് എടുക്കേണ്ടത്, മെഷർ ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ഡയാമീറ്റർ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് കിട്ടും. അതേ /2 ആണല്ലോ. അപ്പോൾ അതിൻ്റെ റേഡിയസിനെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 4/3 πr³ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ വോളിയം കിട്ടും. അതായത് എന്താണ്? ഒരു മണൽത്തരിയുടെ വോളിയം. എനിക്ക് ഫുള്ള് മണൽത്തരികൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഒരു മണൽത്തരിയുടെ വോളിയമാണ്. ഇത് ഫുള്ള് വോളിയം നമുക്കറിയാം. അപ്പോൾ ഒരു മണൽത്തരി ഇൻറ്റു വോളിയം ആയിരിക്കണം എന്ത്? ഫുള്ള് മണൽത്തരിയുടെ വോളിയം. അതായത് എനിക്ക് ഒരെണ്ണത്തിൻ്റെ വോളിയം അറിയാം. അതായത് എത്ര മണൽത്തരി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് N= എന്താണോ വലിയ വോളിയം അതേ ഡിവൈഡ് ബൈ ഒരു ചെറിയ മണൽത്തരിയുടെ വോളിയമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതാകുമ്പോൾ എനിക്ക് കിട്ടും. ഞാൻ അത് ചെയ്തിട്ടുണ്ട്. കൃത്യം 808 ട്രില്യൺ മണൽത്തരികളാണ് കോവളം ബീച്ചിലുള്ളത്. അല്ലെങ്കിൽ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു 8.08 ഇട്ടിട്ട് അതിനപ്പുറത്ത് ഒരു 12 നിങ്ങൾ ഇട്ട് വിചാരിക്കുക. അത്ര അധികം മണൽത്തരികൾ കോവളം ബീച്ചിൽ. അപ്പോൾ നമുക്കിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഇൻ ദ സെക്ഷൻ 2.3.2 എസ്റ്റിമേഷൻ ഓഫ് സ്മോൾ. ഇതിൻ്റെ മാത്തമാറ്റിക്സിനെ അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് സംഭവം? ഇത് നമ്മുടെ ശാസ്ത്രത്തിൽ സയൻസിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടി പ്രിസൈസാണ്. നമ്മളൊരു വാല്യൂ ഒക്കെ എടുക്കുമ്പോൾ അത് എത്ര പ്രിസൈസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണോ അത്ര നമ്മൾ എടുക്കും. പക്ഷേ ഇത് അപ്രോക്സിമേഷനാണ്. ഇത് ഞാൻ പറഞ്ഞു ഫെർമി എസ്റ്റിമേഷൻ. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ചെറിയ കാര്യങ്ങളുടെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു എക്സാമ്പിൾ എന്താ പറയുക വെച്ചാൽ ഒലീക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ് ഉണ്ട്. അത് 10⁻⁻⁶ ആണ്. അതായത് അത്ര ചെറുതാണ്. ഫോർ എക്സാമ്പിൾ 1 സെൻറ്റിമീറ്ററിനെ ഒരു 1 ഇട്ടിട്ട് ഒരു 6 പൂജ്യം അടിയിലിട്ട് വിചാരിക്കുക. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് കിട്ടില്ല നമുക്ക്. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയണേ ഇതിൽ കണ്ടുപിടിക്കാൻ പോണേ. ഒലീക് ആസിഡിൻ്റെ തിക്നെസ്, എത്ര ചെറിയ തിക്നെസ്സാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലീക് ആസിഡ് എടുക്കുകയാണ്. ടെക്നിക്ക് എന്താണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഒരു ബൗൾ എടുക്കും. ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ബൗൾ എടുക്കാം നമുക്ക്. അതിൽ കുറച്ച് പൗഡർ മുകളിലിടും, വൈറ്റ് പൗഡർ. എന്നിട്ട് ഞാൻ ഒരു തുള്ളി ഒലീക് ആസിഡിൻ്റെ തുള്ളി ഒഴിക്കും. അപ്പോൾ എന്തുണ്ടാവും? അവിടെ ഒരു ഇതുണ്ടാവും. അത് കാരണം പൗഡർ അങ്ങോട്ടും കിടക്കാൻ നീങ്ങും. അപ്പോൾ എനിക്കൊരു ഏരിയ കിട്ടും. ആ ഒരു ഏരിയനെ ഡിവൈഡ് ചെയ്യും. അത്ര ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഒലീക് ആസിഡ് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുമ്പോൾ അത് ആസിഡാണ്, ഒരിക്കലും വെള്ളത്തിൽ ചേരില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു തിക്നെസ് ആയിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒലീക് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യും. ഡൈല്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ലിറ്റർ ആൽക്കഹോൾ ഉണ്ട് വിചാരിക്കുക. അതിൽ നമ്മൾ ഈ ഒലീക് ആസിഡിൻ്റെ ഒരു തുള്ളി ഇങ്ങനെ ഒഴിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് അതിങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങും.
ആൽക്കഹോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ ഇങ്ങനെ അലിയാൻ തുടങ്ങും ഏത് വാട്ടറിൽ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ആൽക്കഹോൾ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും മുകളിലേക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ ലെയർ ഒലീക് ആസിഡ് മാത്രമായിട്ട് കിട്ടും. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആൽക്കഹോൾ ആഡ് ചെയ്യും. ഈ ആൽക്കഹോൾ ആഡ് ചെയ്തപ്പോൾ 1/20 ആണ് ഒലീക് ആസിഡ് പെർ മീറ്റർ ക്യൂബാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ എടുത്തിട്ട് ഞാൻ എന്ത് ഒഴിക്കും? വേറെ ഒരു വെള്ളമുള്ള ഒരു പാത്രത്തേക്ക് ഞാൻ ഒഴിക്കും. അതിന് മുകളിൽ വെള്ള പൗഡർ ഇട്ടുണ്ടാവും. അങ്ങനെ ഒഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 1/20 എന്നുള്ളത് 1/20 × 20 ആയിരിക്കും. അതായത് ഒരു ഒലീക് ആസിഡ് ആയിരിക്കും 20 ആൽക്കഹോൾ, ആദ്യം പറഞ്ഞല്ലോ 20 ലിറ്ററിലുള്ള ഇത്. അതിനുശേഷം വേറെ ഒരു വാട്ടർ കൂടിയും ഇത് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഏരിയ കിട്ടും. അപ്പോൾ ഈ ഒരു കണക്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു വട്ടത്തിലുള്ള ഒരു ബ്ലോക്ക് എടുത്ത് വിചാരിക്കുക. ഇതിൻ്റെ വോളിയം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ ആദ്യത്തെ വട്ടം എന്ന് പറഞ്ഞാൽ πr² ആണ് അതിൻ്റെ ഏരിയ. അത് സർക്കിളാണ്, നമുക്കറിയാം. അതേ ഇൻറ്റു ഇത് എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്, അത് എത്ര ദൂരമുണ്ട് ഇവിടെ, അതിങ്ങനെ ഓരോരോ സർക്കിൾ ആഡ് ചെയ്യണം. അതായത് റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ സർക്കിൾ ഇങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു മുകളിലത്തെ ഏരിയ ഇൻറ്റു അടിയിലത്തെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാൻ പറ്റില്ല. എത്ര തിക്നെസ് ആണോ അത് നോക്കാൻ പറ്റും. ഇതേ സാധനം അവിടെ അപ്ലൈ ചെയ്യാണ്. അതായത് ഒലീക് ആസിഡിൻ്റെ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ളൊരു ബ്ലോക്കിലാണെന്ന് വെച്ചേക്കണമെന്ന് വിചാരിക്കുക. അതിലുണ്ടാവണ ഒരു താഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ള ഒരു തിക്നെസ്, ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ടാവുള്ളൂ. ആ തിക്നെസ് ഇൻറ്റു ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ആയിരിക്കും. അതായത് നമ്മൾ ഒരു തുള്ളി വോളിയാണ് ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴിക്കുന്നത്. ആ തുള്ളി ഒഴിക്കുമ്പോൾ ആ വോളിയം നമുക്കറിയാം. ആ വോളിയം നിലത്തുണ്ടാക്കുമ്പോൾ അതൊരു ഏരിയ ആയിട്ട് സ്പ്രെഡ് ആവും. ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യും? ആ ഏരിയ ഇൻറ്റു തിക്നെസ്, ഒരു ചെറിയൊരു തിക്നെസ് ആണ് വോളിയം എന്ന് പറയുന്നത്. അതായത് തിക്നെസ് എന്ന് പറയുന്നത് വോളിയം ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവും 2.8 × 10⁻⁶ സെൻറ്റിമീറ്റർ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ സ്മോൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളുടെ ഡിസ്റ്റൻസ് ഒക്കെ സുഖമായിട്ട് നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം ചോദിക്കാം. നമ്മുടെ വീഡിയോൻ്റെ ആദ്യം തന്നെ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി വരാൻ പോകുന്നത്. സെഗ്മെൻറ്റ് 2.3.1 ലാർജ് ഡിസ്റ്റൻസസ്. ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ പ്ലീസ് കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് കുറച്ച് നിങ്ങൾ ചിന്തിക്കുകയും വേണം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഒരു കൈ ഇങ്ങനെ നോക്കുകയാണ് മുന്നിൽ. എന്നിട്ട് ഒരു കണ്ണടച്ചിട്ട് ആ കൈ നോക്കുക, അല്ലെങ്കിൽ മറ്റേ കണ്ണടച്ചിട്ടും കൈ നോക്കുക. വീഡിയോ ഇപ്പോൾ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിപ്പോൾ ചെയ്തു കഴിഞ്ഞു വിചാരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് വരികയാണ്. നിങ്ങളിപ്പോൾ ഒരു കാറിൽ പോകുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സാധനങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യണേ നിങ്ങൾ പറയണം. അതുപോലെ നിങ്ങളുടെ അറ്റത്തുള്ള ഒരു ചന്ദ്രൻ, രാത്രിയാണ് നിങ്ങൾ പോകണമെന്ന് വിചാരിക്കുക, ചന്ദ്രൻ എങ്ങനെയാണ് പോകണമെന്ന് നിങ്ങൾ പറയണം. വീഡിയോ പോസ് ചെയ്യുന്നിട്ട് അതിൻ്റെ ഉത്തരം പറയാം. ഓക്കെ, പറഞ്ഞു കഴിയുമെന്ന് വിചാരിക്കണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും കണ്ടീഷൻസ് ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഈ പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വരുന്നത്. എന്താണ് ഇതേ മെയിൻ? ഒന്നാമത്തെ കാര്യത്തിൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവണ പോലെ തോന്നിയിട്ടുണ്ടാവും ഒന്നാമത്തെ. രണ്ടാമത്തേൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒബ്ജക്ട്സ് ഒക്കെ പെട്ടെന്ന് സ്പീഡിൽ പോകുന്നതും ദൂരെയുള്ള നിങ്ങളുടെ ചന്ദ്രൻ നിങ്ങളുടെ ഒപ്പം വരണ പോലെ തോന്നും, അല്ലെങ്കിൽ അത് സ്റ്റേഷനറി ആയിട്ട് അവിടെ തന്നെ നിൽക്കണ പോലെ നിങ്ങൾക്ക് തോന്നും. ഈ രണ്ട് കാര്യങ്ങളാണ് പാരലാക്സ് മെത്തേഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് പാരലാക്സ് മെത്തേഡ് എന്തിനാണ് ആവശ്യം, എങ്ങനെയാണ് ആവശ്യം എന്ന് പറയാം. നമ്മൾ മെയിനായിട്ട് പാരലാക്സ് മെത്തേഡ് നോക്കുന്നത് നമുക്ക് വേറെ പ്ലാനറ്റിലേക്ക് അല്ലെങ്കിൽ മൂണിലേക്ക് നമ്മുടെ പുറത്തുള്ള ആസ്ട്രോയിഡ്സിനുള്ള ഡിസ്റ്റൻസ് അളക്കാനും, അതുപോലെ തന്നെ ആ ഒരു ആസ്ട്രോയിഡ് അല്ലെങ്കിൽ ആ ഒരു പ്ലാനറ്റ്, ജൂപ്പിറ്റർ ആയിക്കോട്ടെ മൂണായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ഡയാമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാരലാക്സ് തിയറം യൂസ് ചെയ്യണം. എങ്ങനെയാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ആനിമേഷൻ കാണണ്ടാവും. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എർത്തിൻ്റെ മുകളിൽ 2 ഒബ്സർവേറ്ററികൾ ഉണ്ടാവും. ഈ ഒബ്സർവേറ്ററികൾ നമ്മുടെ വേറൊരു ചന്ദ്രനെ വിചാരിക്കാം, മൂണാണ് വിചാരിക്കാം. അപ്പോൾ മൂണിനെ നമ്മൾ നോക്കുകയാണ്. മൂണിനെ നോക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസിലുള്ള സ്റ്റാറുകളെ അവിടെ നിർത്തും. കാരണം അത്ര ഡിസ്റ്റൻസാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, കാറിൽ പോകുമ്പോൾ അടുത്തുള്ളത് പെട്ടെന്നും
ദൂരെയുള്ള മെല്ലെ പോകുള്ളൂ. ആ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യും. ആ സ്റ്റാറുകളെ നോക്കിയിട്ട് ഈ ഒരു ചന്ദ്രന് ഒരു ആംഗിൾ ഇടും. ആ ആംഗിൾ ഇട്ടതും വേറെ ഈ ഒരു സൈഡിൽ നിന്നും അങ്ങനത്തെ ഒരു ആംഗിൾ ഇടും. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നോക്കുമ്പോൾ ഒരു ആംഗിൾ ഷിഫ്റ്റ് അവിടെ കാണാൻ പറ്റും. ആ ഷിഫ്റ്റിന് നമ്മൾ തീറ്റാന്ന് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ എർത്ത് 2 ഒബ്സർവേറ്ററി വെച്ചേക്കുന്ന നമ്മൾ ബീന്നും കൊടുത്തു. അപ്പോൾ നമുക്ക് അറിയാം ഈ 2 മുകളിലത്തെ അടിയിലത്തെ ഡിസ്റ്റൻസ് എന്താണ്, ഡി ആണ്. അതായത് ഡിസ്റ്റൻസ് ടു ദാറ്റ്, അത്രേ ഉള്ളൂ. നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്യാണ്. നമ്മൾ ഒരു സർക്കിളായിട്ട് ഇത് അസ്യൂം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ സർക്കിളായിട്ട് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു, എസ് ഈക്വൽ ടു ആർ തീറ്റ, അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഈ പറയണ ഒരു ബേസ് ലൈൻ ഈ ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചെറുതാന്നുള്ള ഒരു അസംഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് ബി ലെസ് ദാൻ ഡി എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഈ പറയണ എസ് ഈക്വൽ ടു ആർ തീറ്റ പ്രകാരം ബി ഈസ് ഈക്വൽ ടു ഡി തീറ്റ എന്ന് വരും. അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അവിടേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ നമ്മൾ ചെയ്താൽ സുഖമായിട്ട് നമുക്ക് അവിടേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ വേറൊരു അസംഷൻ പറയാം. നമ്മുടെ എർത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ആ മൂണിലേക്ക് നോക്കുകയാണ്. ഒരു ലേസർ ടോർച്ചിനെ അടിക്കാൻ വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ആംഗിൾ ഡിഫറൻസ് അവിടെ കാണാൻ പറ്റുമല്ലോ. ആ ആംഗിൾ ഡിഫറൻസ് ഞാൻ അവിടെ ഇടുകയാണ്, അത് ആൽഫയാണെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ അവിടേക്കുള്ള ദൂരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡി ആണ്, അത് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡയാമീറ്റർ ഇടണമെന്ന് വിചാരിക്കുക. ആ പ്ലാനറ്റിൻ്റെ ആ ഡയമീറ്റർ ഇടണമെങ്കിൽ ഇതേ ഒരു ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യുക, എസ് ഈക്വൽ ടു ആർ തീറ്റ. അതായത് വലിയ ഡി ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ചെറിയ ഡി, അതായത് ഡയാമീറ്റർ ആ ഒരു പ്ലാനറ്റിൻ്റെ. അങ്ങനെ നോക്കുമ്പോൾ എന്ത് കിട്ടും, ഈ ഒരു ഡയാമീറ്റർ എന്ന് പറയുന്നത് വലിയ ഡി ബൈ ആൽഫ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് അത് ആ ഒരു പ്ലാനറ്റിൻ്റെ തന്നെ ഡയാമീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജൂപ്പിറ്ററിനെ ഒരു ആംഗുലർ ഡയോമീറ്ററും അതുപോലെ അതിലേക്ക് അവിടേക്കുള്ള ദൂരം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സപ്പോസ് നമുക്കിപ്പോൾ എർത്തിൻ്റെ മുകളിൽ നിന്ന് ജൂപ്പിറ്റർ എന്നുകൊണ്ടുള്ള പ്ലാനറ്റിലേക്ക് ഒബ്സർവ് ചെയ്യണം. അവരുടെ ഇത് കണക്കിലാക്കണം, അവിടേക്കുള്ള ഡിസ്റ്റൻസ് കണക്കിലാക്കണം. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ മുകളിൽ ടോപ്പിലായിട്ട് 2 ഒബ്സർവേറ്ററികളുണ്ടാവും. ഈ ഒബ്സർവേറ്ററികളിൽ നിന്ന് നമ്മുടെ ജൂപ്പിറ്ററിനെ നോക്കൂ. അത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പാരലാക്സ് മെത്തേഡ് അവിടെ നോക്കുമ്പോൾ ബാക്കിൽ നല്ല ഡിസ്റ്റൻസ് കൂടിയിട്ടുള്ള സ്റ്റാറുകൾ ബാക്കിലുണ്ടാവും, അത്ര ഡിസ്റ്റൻസിൽ. സോ ആ സ്റ്റാറുകളെ നോക്കിയിട്ടാവും എന്ത് പറയുക, നമ്മളുടെ ജൂപ്പിറ്ററുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കുക. സോ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നമ്മളിവിടെ തീറ്റ എടുക്കണം. അതുപോലെ ഈ ഒബ്സർവേറ്ററികൾ നമ്മളുടെ ദൂരം നമ്മൾ ബിന്ന് എടുക്കുകയാണ്. നമ്മൾ ബേസ് ലൈൻ എന്നാണ് പറയുക ശരിയും പറഞ്ഞാൽ, പക്ഷെ നമ്മളിവിടെ ബിന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ദൂരം, മുകളിലത്തെ ദൂരം അതുപോലെ അടിയത്തെ ദൂരം സെയിം ആയിരിക്കുമല്ലോ. ലോജിക്കലി ആലോചിച്ച് നമുക്ക് മനസ്സിലാവും, ഒബ്വിയസ് അല്ലത്. ആ 2 ദൂരങ്ങളും ഡിന്ന് എടുക്കുകയാണ്. അങ്ങനെയാവുമ്പോൾ സപ്പോസ് ഇത് ഒരു സർക്കിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സർക്കിളിൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ 2 കഷ്ണങ്ങൾ ഡി ആണെന്ന് വിചാരിച്ചാൽ, ഈ ഒരു ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചാൽ, ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് നമുക്ക് കണക്കിലാക്കാൻ പറ്റും, നമ്മുടെ ബേസ് ലൈൻ അന്ന് വിചാരിക്കാൻ പറ്റും. ഈ ബേസ് ലൈൻ ശരിക്കും പറഞ്ഞാൽ സ്ട്രൈറ്റ് ആണ്. ഇവിടെ കുറച്ച് കർവുണ്ട്. ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു കഷ്ണം ഭയങ്കര ചെറുതായി വിചാരിക്കുക. ആ ഒരു അസംഷനിലാണ് നമ്മളിത് എടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇലസ്ട്രേഷൻ ഒരു സർക്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ നമ്മൾക്ക് ആർക്കും അതുപോലെ തന്നെ റേഡിയസും അതുപോലെ ആംഗിളും കൂടിയുള്ള ഒരു ഫോർമുല നമുക്കറിയാം, എസ് ഈക്വൽ ടു ആർ തീറ്റ. ഇത് പറയുന്നത് എന്താണ്, എസ് എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ആണ്. ഇവിടെ ആർക്ക് ലെങ്ത് എന്താണ്, ബി ആണ്, ബേസ് ലൈൻ എർത്തിൻ്റെ ഡിസ്റ്റൻസ്, 2 ഒബ്സർവേറ്ററി നമ്മളുടെ ഡിസ്റ്റൻസ്. ആർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താ എടുത്തത്, നമ്മൾ ഡി ആണ് എടുത്തത്, ഡിസ്റ്റൻസ് ആണ്. ഇനി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്,
ആംഗിള്, രണ്ട് സൈഡിൽ നോക്കുമ്പോൾ അതിലേക്കുള്ള ആംഗിള്, ആ ജൂപ്പിറ്റർ എന്നുകൊണ്ടുള്ള പ്ലാനറ്റിക്കുള്ള ആംഗിള്. സോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ട, ഈ ഡിസ്റ്റൻസാണ് വേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് D = B/θ എന്ന് കിട്ടും. സോ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ജൂപ്പിറ്ററുടെ ഡിസ്റ്റൻസ് കിട്ടും. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ ഇതല്ല നടക്കണേ. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട്, അത് 824.7 മില്യൺ കിലോമീറ്റർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ജൂപ്പിറ്ററുടെ ഡയാമീറ്റർ, അതായത് കേസ് 2. ഇത് കേസ് 1 ആണ്. നമ്മുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേസ് 1 ആണിത്. ഇനി കേസ് 2 ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ജൂപ്പിറ്ററുടെ ഡയാമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ഓൾറെഡി. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ നോക്കുക. നമ്മുടെ ഭൂമിയുടെ ഒരു പോയിൻ്റിൽ നിന്ന് ഞാൻ ജൂപ്പിറ്ററിനെ എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ ഈ ജൂപ്പിറ്ററിനെ എടുത്ത് നോക്കുമ്പോൾ ജൂപ്പിറ്റർ ഏറ്റവും അറ്റത്താണ് കിടക്കണം. ഈ ഒരു ഡ്രോയിങ് കറക്റ്റല്ല. പക്ഷേ ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു ആംഗിള് കിട്ടും, ആ ജൂപ്പിറ്റർ എത്ര മാത്രം ആ സ്പേസ് കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഈ ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് എടുക്കുകയാണ്. വെറുതെ പേടിപ്പിക്കാമെന്നല്ല, ജസ്റ്റ് ഒരു ആൽഫ എന്ന് പറഞ്ഞിട്ടൊരു ആംഗിൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതാണ് ഡയാമീറ്റർ, ആരുടെ, ജൂപ്പിറ്ററുടെ ഡയാമീറ്റർ. അത് ഞാൻ ചെറിയ D എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അറിയാം അവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. സോ അത് നമ്മുടെ വലിയ D ആണ്, നമുക്കറിയാം. സോ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, S = r⁻θ വെച്ച് നോക്കുമ്പോൾ D = α/d എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയാണ് കിട്ടണത്. അതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടേണ്ടത്, നമുക്ക് ഈ ഒരു D ആണ് കിട്ടേണ്ടത്, അതായത് ജൂപ്പിറ്ററുടെ ഡയാമീറ്റർ. സോ നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നതാണ്, അതായത് നമ്മുടെ ജൂപ്പിറ്ററുടെ ഡയാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരവിടേക്കുള്ള ദൂരം 824.7 മില്യൺ കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 335.72 ഡാഷ് ഓഫ് ആർക്ക് എന്ന് പറയുന്നുണ്ട്. അതെന്താ ഉദ്ദേശം, നമുക്കത് നോക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്, ഇതിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ D തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ആൽഫയും തന്നിട്ടുണ്ട്. ഈ ആൽഫയാണ് അത്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ ഒരു ആംഗിളാണ്. പക്ഷെ അവിടെ ആർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ബേസിസ് തന്നെ നമ്മൾ D എന്ന് പറഞ്ഞാൽ എന്താണ്, D = 824.7 മില്യൺ കിലോമീറ്റർ. മില്യൺ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ശരിക്കും പറഞ്ഞാൽ 10⁻⁶ ആണ്. 824.7 × 10⁻⁶ കിലോമീറ്ററാണ് വരിക. ഓക്കെ, അതായത് 6 ഇട്ടാൽ മതിയെന്ന്. 824 കഴിഞ്ഞിട്ട് ഒരു 6 ഇട്ടാൽ ആ ഒരു വലിപ്പം ഉണ്ടാവും. ഇനി ആൽഫ എന്താണ് തന്നിരിക്കണേ, 35.72 ഡാഷ് ഓഫ് ആർക്ക് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ 35.72 ഡാഷ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അത്ര ദൂരെയുള്ള ജൂപ്പിറ്ററിനൊക്കെ നമ്മുടെ എർത്ത് നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു ഡിഗ്രി പോലും കിട്ടില്ല. നമ്മുടെ പ്രൊട്ടക്ടറിൽ എടുക്കണ 1 ഡിഗ്രി പോലും നമുക്ക് കിട്ടില്ല. സോ അത്രയ്ക്ക് ചെറുതാവും അവിടെ അവർ തന്നിരിക്കണ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. സോ ഈ 35.72 ആർക്ക് സെക്കൻഡ് എന്നാണ് ഇവർ കൊടുത്തേക്കണത്. ഈ 2 ഡാഷ് പറഞ്ഞാൽ, 1 ഡാഷ് എന്ന് പറഞ്ഞാൽ ആർക്ക് മിനിറ്റാണ്. ഈ ആർക്ക് മിനിറ്റ് ആർക്ക് സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 1 ഡിഗ്രീനെ ഞാൻ 60 കഷ്ണങ്ങളാക്കുകയാണ്. അങ്ങനെ ആക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതിനെയാണ് ഞാൻ എന്ത് പറയുക, ആർക്ക് മിനിറ്റ് എന്ന് പറയാം. ആ 1 ആർക്ക് മിനിറ്റിനെ
ഞാൻ വീണ്ടും 60 കഷ്ണങ്ങളാക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആർക്ക് സെക്കൻഡ് കിട്ടും. സോ എനിക്ക് ഈ ആർക്ക് സെക്കൻഡിനെ ഡിഗ്രിയിലേക്ക് ആക്കണമെങ്കിൽ, ഡിഗ്രിയിലല്ല നമ്മളാക്കുക, റേഡിയനിലാണ് ആക്കുക. എന്തുകൊണ്ടാണ് റേഡിയനിലാക്കണേ? റേഡിയനിലാക്കിയാലാണ് നമ്മുടെ ഇങ്ങനത്തെ ഓരോ പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ S=R⁻θ എന്നൊക്കെ ഉള്ള ഇതിൽ നമുക്ക് ഡിഗ്രിയിൽ അത് സോൾവബിൾ അല്ല. അത് റേഡിയൻ, അത് ആംഗിൾ തന്നെ വേറൊരു യൂണിറ്റാണ്, അതിലാണ് സോൾവബിൾ ഉള്ളൂ. അപ്പോൾ ഇത് കാരണം തന്നെ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. 35.72 അല്ലേ ആർക്ക് സെക്കൻഡിലാണ് തന്നേക്കണേ. അപ്പോൾ നമ്മുടെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് സെക്കൻഡിനെ വെട്ടി പോകണം. അപ്പോൾ ഒരു ആർക്ക് മിനിറ്റിൽ എത്ര ആർക്ക് സെക്കൻഡ് ഉണ്ട്? 60 ആർക്ക് സെക്കൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ആർക്ക് സെക്കൻഡ് ഈ ആർക്ക് സെക്കൻഡ് വെട്ടാം. ഇനി ആർക്ക് മിനിറ്റാണോ നമുക്ക് വേണ്ടത്? അല്ല, നമുക്കെന്താണ് വേണ്ടത്? നമുക്ക് റേഡിയനാണ് വേണ്ടത്. അപ്പോൾ അതിന് അടുത്തായിട്ടുള്ള ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ഡിഗ്രിയിലുള്ള എത്ര ആർക്ക് സെക്കൻഡാണ്? അല്ല, ആർക്ക് മിനിറ്റാണ്. 60 ആർക്ക് മിനിറ്റ്. വീണ്ടും നമുക്ക് അപ്പോൾ ആർക്ക് മിനിറ്റ് നമുക്ക് വെട്ടാം. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയനാണെന്നാണ് ചോദിച്ചേക്കണത്. ഇതിനുവേണ്ടി കുറച്ചുകൂടി ഒരു ബേസ് വേണം. 360 ഡിഗ്രിയാണ് എന്ത്? 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഇതൊക്കെ പറഞ്ഞുതരാം. ഈ ഒരു സർക്കിൾ എടുത്ത് വിചാരിക്കുക. ഈ സർക്കിൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എന്ത്? 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. ഇനി വേറെ ഒരു ഇത് പറഞ്ഞുതരാം. പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രിയാണ്. പൈ എന്ന് പറയണേ 2 × π എന്ന് പറഞ്ഞാൽ എന്താണ്? 180 × 2, അതായത് 360. ഇതാണ് ഇവിടെ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയനാണ്. അപ്പോൾ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എന്താവും? 1 ഡിഗ്രി = 2π / 180. 180 അല്ല, 360. ആ 360 ഇങ്ങോട്ട് കിട്ടും, അത്രേ ഉള്ളൂ. 360 റേഡിയൻ. 360 റേഡിയൻ. ഇതിൽ നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാം. 2ഉം 360, 2 1, 2ൽ 2 ഒരു പ്രാവശ്യം, 2ൽ 36 എത്ര പ്രാവശ്യം? 18 പ്രാവശ്യം. ബാക്കി 0 ഉണ്ട്. അപ്പോൾ π / 180 റേഡിയൻ. സോ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യണേ. അപ്പോൾ ഒരു ഡിഗ്രിയിൽ എത്ര ഉണ്ട്? ഒരു ഡിഗ്രിയിൽ π / 180 റേഡിയൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിഗ്രിയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് വൃത്തിയായിട്ടൊന്ന് എഴുതി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു 35 × 0.772 × π / 180 all divided by 60 × 60 റേഡിയൻ. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്ററല്ല ഇതിലാച്ചാൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എന്ത് കിട്ടും? 1.731 × 10⁻⁴ റേഡിയൻ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത്. നമ്മളിത് യൂണിറ്റ് കൺവേർട്ടാണ് ചെയ്തേക്കണേ. ഇത് എവിടെ നിന്നാണ് നമ്മൾ വന്നത്? നമ്മൾ ഈ ഒരു ഇക്വേഷൻ നിന്നാണ് വന്നത്. നമുക്ക് ഈ ഡയാമീറ്റർ കിട്ടണമെങ്കിൽ, ഈ ജൂപ്പിറ്ററുടെ ഡയാമീറ്റർ കിട്ടണമെങ്കിൽ എർത്തിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. നമുക്ക് ആ ഒരു ആംഗിൾ എർത്ത് നോക്കുമ്പോഴുള്ള ആംഗിൾ അവർ ആർക്ക് സെക്കൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ ആർക്ക് സെക്കൻഡിലുള്ള ആംഗിൾ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം
ഈ ഒരു ഫോർമുല ഡി ഈസ് ടു ആൽഫ ഇൻറ്റു ഡി എന്ന് പറയുന്നത് എസ് ഈസ് ടു ആർ തീറ്റ എന്ന് പറയുന്നുള്ള സർക്കിളിൻ്റെ ഫോർമുല വർക്ക് ചെയ്യുക റേഡിയൻസിലാണ്. ഫോർമുല യൂണിറ്റ് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയ രണ്ട് വാല്യൂസും ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കൃത്യം ആ ഉത്തരം കിട്ടും. അതാണ് 1, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് കിട്ടും. 1427.6 ഇൻറ്റു 10⁵ മീറ്റർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1,42,760 കിലോമീറ്റർ എന്ന് പറയാം. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ വലിയ ബേസ് ലൈനാണ് വിചാരിക്കുക. ഈ ബേസ് ലൈൻ നന്നായി കൂടി വരുമ്പോൾ, അതായത് ബേസ് ലൈൻ സണ്ണിൻ്റെ അവിടേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അത് കാരണം ഇപ്പോൾ ഇതൊന്നും ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചതാണ്. പക്ഷേ സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് NCERT ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തി. നമ്മൾ MLTയിലുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കണേ മെയിനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എന്ത്, ലെങ്ത്തിലുള്ള 2 കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ മാസിലുള്ളത് നോക്കണ്ട നമുക്ക്. സെഗ്മെൻറ്റ് 2.4 മെഷർമെൻറ്റ് ഓഫ് മാസ്. മെയിനായിട്ട് നമ്മൾ മാസ് മെഷർ ചെയ്യുക. അതായത് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് മാറ്റർ, എത്ര മാറ്റർ അതിൻ്റെ ഉള്ളിലുണ്ട്, എത്ര ആറ്റംസ് ഒരു ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതിന് പറഞ്ഞ പേരാണ് മാസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കിലോഗ്രാമിലൊക്കെയാണ് എടുക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ മാസ് നമ്മൾ വലിയ കാര്യങ്ങളുടെ മാസമാണ് നമ്മൾ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ മാസമൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡുള്ളൂ, അവിടെയുള്ള ഗ്രാവിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് നോക്കണം. അത് വെച്ചിട്ടാണ് നിങ്ങൾ മാസുകൾ കണ്ടുപിടിക്കുക. നമ്മൾ ആ ഡീറ്റെയിലേക്ക് പോകണില്ല. അതിൽ വേറൊരു കേസ് ഞാൻ പറയാം. ഇപ്പോൾ ചെറിയ പാർട്ടികളുടെ മാസമാണെന്ന് വിചാരിക്കുക, അതായത് ക്വാണ്ടം മെക്കാനിക്സിലുള്ള മാസമാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അത്ര ചെറിയ പാർട്ടിക്കിൾസിൻ്റെ. അങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ട്രജക്ടറിയുടെ ആ ഒരു ഭാഗത്തിൻ്റെ റേഡിയസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ മാസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ ലെങ്ത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെങ്ങനെയാണ് വേരി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലെങ്ത്ത് എത്രയാണ്, എത്ര 10⁻⁴ ഇതിൽ എങ്ങനെയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറും കാണാൻ പറ്റും. ഇതിൽ നമ്മൾ മാസ് എങ്ങനെയാണ് വാരി ചെയ്യണേ, 10⁻² ഇതെന്ന് പറഞ്ഞാൽ ലോജിക്കലി എത്രയാണ് മാസ് എന്ന് നിങ്ങൾക്കൊരു കണക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ M കഴിഞ്ഞു, നമ്മുടെ L കഴിഞ്ഞു, നമ്മുടെ ഇനി T ആണുള്ളത്. T ടൈം. സെഗ്മെൻറ്റ് 2.5 മെഷർമെൻറ്റ് ഓഫ് ടൈം. ടൈം എന്താന്ന് നിങ്ങൾ ഒരു സാധാരണക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവരൊരു വാച്ച് നോക്കും, ടൈം 10 മണി, അല്ലെങ്കിൽ എത്രയാണോ ടൈം അത് കൃത്യമായിട്ട് പറയും. പക്ഷേ ഒരു ഫിസിക്സ് സയൻറ്റിസ്റ്റിനോടോ ഒരു ഫിസിക്സ് പഠിക്കണ വിദ്യാർത്ഥിയോടോ ടൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് പതറിപ്പോവും. കാരണം ഇപ്പോഴും ടൈം എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല ആർക്കും. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ റെഫറൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള പുസ്തകം വായിക്കുക. എന്തായാലും നമ്മുടെ ഇതിൽ ടൈം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെയാണ് ഒരു സെക്കൻഡിനെ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് ഒന്ന് പറയാം. അതായത് cesium-133 എന്നിട്ടുള്ള ആറ്റത്തിൻ്റെ സ്പിന്ന് താഴത്തേക്ക് ആവണ ഒരു വൈബ്രേഷൻ ഉണ്ട്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ പെൻഡുലം ഇങ്ങനെ ആടിയിട്ട് അവിടേക്ക് തന്നെ എത്തും. ആ ഒരു ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലോ, അതിനെ വെച്ചിട്ട് നമുക്ക് ടൈം പറയാൻ പറ്റില്ലേ. അതായത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പെൻഡുലം ഇവിടെ നിന്ന് ഇങ്ങനെ എത്ര പ്രാവശ്യം ആടുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഫ്രീക്വൻസിയുടെ ടേംസിൽ പറയാൻ പറ്റും. ഇത് എത്ര പ്രാവശ്യം ആടണമെന്നുള്ള പറയുന്ന പേരാണ് ഫ്രീക്വൻസി. ഇതേ സാധനം നമ്മൾ അത്ര പ്രിസൈസ് ആയിട്ട് നമുക്കിപ്പോൾ നോക്കാൻ പറ്റും. സീസിയം ആറ്റത്തിൻ്റെ ഒരു മൈക്രോവേവ് അപ്രോക്സിമേറ്റ്ലി 900 crore സൈക്കിളുകൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോഴാണ് cesium-133 ആറ്റത്തിൻ്റെ ഒരു അപ്പ് സ്പിന്ന് ഡൗൺ സ്പിന്ന് ആവുള്ളൂ, ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. അതിനെടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ 1 സെക്കൻഡ് എന്ന് ഇപ്പോൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നോക്കിയേ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇല്ലേ പഠിക്കണം. ആദ്യം നമ്മൾ എന്താ പഠിച്ചേ, നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചു. അതിൽ 2 കാര്യങ്ങളായിട്ടാണ് ഉള്ളത് ഈ ചാപ്റ്റർ. യൂണിറ്റ്സ് എന്നുള്ള ഭാഗം,
മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. യൂണിറ്റ്സുള്ള ഭാഗത്തിൻ്റെ ഒരു റീക്യാപ്പ് നമ്മൾ നേരത്തെ ചെയ്തു. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് മെഷർമെൻറ്റ്സ് എന്നുള്ള ഭാഗത്തേക്ക് എത്തിയത്. മെഷർമെൻറ്റ്സിൽ എന്താണ്, എങ്ങനെയാണ് അളവിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് അളക്കണമെന്നുള്ളൊരു ഫീലിങ്ങിൽ നമ്മൾ ആദ്യം ഒരു ചോദ്യം ചെയ്തു. എന്താണ്, ഒരു കോവളം ബീച്ചിൻ്റെ എത്ര മണൽത്തരികളുണ്ട് എന്നുള്ള ചോദ്യം. അതിൽ നമ്മൾ ഫെർമി എസ്റ്റിമേഷൻ പറഞ്ഞു. അവിടെ നിന്ന് എവിടേക്ക് വന്നു, ഫെർമി എസ്റ്റിമേഷന് നമ്മൾ ചെറിയ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ലെങ്ത്തിൽ, അതുപോലെ MLT, ഈ 3 കാര്യങ്ങളിലുള്ള കൃത്യം ചെറുതും വലുതും അതുപോലെ ഇതിൻ്റെ റേഞ്ചും എത്ര നീളമുണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ അതും നോക്കി. അങ്ങനെ നമ്മൾ ലെങ്ത്തിൻ്റെ ചെറിയതായിട്ടുള്ള ഒലീക് ആസിഡിൻ്റെ ഒരു ഇത് നമ്മൾ നോക്കി, പ്രോബ്ലം നോക്കി. അതിനുശേഷം എന്ത് ചെയ്തു, വലിയ ഡിസ്റ്റൻസ് ആയിട്ടുള്ള പാരലാക്സ് മെത്തേഡ് നമ്മൾ നോക്കി. അതായത് വലിയ വലിയ പ്ലാനറ്റ്സിലേക്കുള്ള ദൂരം നമ്മൾ നോക്കുക. അങ്ങനെയുള്ള പാരലാക്സ് മെത്തേഡ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ റേഞ്ച് പറഞ്ഞു, ഈ ഒരു ലെങ്ത്തിൻ്റെ അത് ലോജിക്കൽ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തത്, മാസിൻ്റെ കാര്യങ്ങളിൽ 2 മാസമുള്ള, ഒന്ന് ബ്ലാക്ക് ഹോളിൻ്റെ ഒക്കെ അടുത്തുള്ള വലിയ മാസുകൾ, അല്ലെങ്കിൽ സ്റ്റാർ, ന്യൂട്രോൺ സ്റ്റാർ, അതിൻ്റെ ഒക്കെ അടുത്തുള്ള വലിയ മാസ്, അതുപോലെ ചെറിയ മാസ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന ഒരു ചെറിയ ഒരു ട്രജക്ടറിയുടെ റേറ്റാണ് നമ്മൾ നോക്കാറെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്, ടൈമിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ടൈം നമ്മൾ 1 സെക്കൻഡിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യണേ, അതുപോലെ അതിലുള്ള ചെറിയ ടൈമും അതുപോലെ വലിയ ടൈമും നമ്മൾ പറഞ്ഞിട്ടില്ല, കാരണം അത് കുറച്ചും കോംപ്ലക്സ് ആണ്. അത് കാരണം നമ്മൾ അവിടെ വെച്ചൊക്കെയാണ്. ഓക്കെ, അതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഞാൻ പറയണ കാര്യങ്ങൾ, ഒരിക്കലും നിങ്ങൾ സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ടൈംസ്, എക്സാമിൻ്റെ ടൈംസിൽ സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ഫിസിക്സിന് നിങ്ങൾക്ക് ഒടുക്കത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ ഇനി എക്സ്പെരിമെൻ്റലായിട്ട് ലാബിൽ കയറണോ, നിങ്ങൾക്ക് ഞാൻ ഈ പറയണ കാര്യങ്ങൾ വേണം. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി ഓരോ പ്രോബ്ലങ്ങൾ ചെയ്യണോ, ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യം വരും. സോ ഇനി പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കേൾക്കേണ്ടതാണ്. അല്ലെങ്കിലും സ്ലൈറ്റ്ലി കേൾക്കണം. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് നോക്കുക. ഇപ്പോൾ ഞാൻ ഒരു 50.78 സെൻറ്റിമീറ്ററുള്ള ഒരു സാധനം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ഒരാൾ എന്തായാലും അതിൻ്റെ ഇതെന്ന് പറയുന്നത്, അതിൻ്റെ ലെങ്ത്ത് പറയുന്നത് 50.4 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. ഓക്കെ, വേറെ ഒരു ആൾ എന്താ ചെയ്യുക, 49.454 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതിൽ ഏതാണ് ആക്യുറേറ്റ്, ഏതാണ് പ്രിസൈസ്? ഓക്കെ, ഇതിലേതാണ് ആക്യുറേറ്റ്, ഇതിലേതാണ് പ്രിസൈസ്? ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ എത്ര അടുത്ത് അതിൻ്റെ എത്താൻ പറ്റണോ അത്ര അടുത്ത് എത്തുക, അതാണ് ആക്യുറേറ്റ്, ആ വാല്യൂടെ അടുത്ത്. അതായത് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ 15.4 ആയിരിക്കും ആക്യുറേറ്റ് വാല്യൂ. പക്ഷെ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ തോന്നുന്നില്ല. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഈ 49 പറഞ്ഞില്ലേ, 3 ഡിജിറ്റ്, അതിൽ അത്ര പ്രിസൈസായിട്ട് നമ്മൾ അളക്കും. അതായത് ചിലപ്പോൾ ഈ സെൻറ്റിമീറ്റർ വെച്ച് അളക്കുന്നതാണ്, നമ്മുടെ ഈ ഒരു സ്കെയിൽ വെച്ച് അളക്കുന്നതാണ് പ്രിസിഷന് എപ്പോഴും നല്ലത്. വലിയൊരു മീറ്റർ സ്കെയിൽ വെച്ച് അളക്കണാട്ടും അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ സ്കെയിൽ വെച്ച് അളക്കണാട്ടും നമുക്ക് എപ്പോഴും നല്ലത് ഒരു 15 സെൻറ്റിമീറ്ററുള്ള ഒരു സ്കെയിൽ വെച്ച് അളക്കുന്നതാണ് ഒരു മില്ലിമീറ്ററിനൊക്കെ നല്ലത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നിങ്ങളിൽ 2 ആൾക്കാർ വന്ന 2 ആൾക്കാർ തെറ്റിച്ചേ? അവർ തെറ്റിച്ചുല്ലോ, അതെന്തുകൊണ്ടാണ്? ഇത് മെയിനായിട്ട് ഉണ്ടാവാനുള്ളത് 2 തരത്തിലുള്ള എറർ കാരണമാണ്. ഒന്ന് സിസ്റ്റമാറ്റിക് എറർ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റാൻഡം എററാണ്. ഓക്കെ, റാൻഡം എറർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു സിമ്പിൾ പെൻഡുലം തരികയാണ്, ഞാൻ അതിൻ്റെ അതിൻ്റെ ഒരു ഫ്രീക്വൻസി എടുക്കാൻ പറയുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ടൈംസ് ഇത് എടുക്കാൻ പറയുകയാണ്. എന്ത് ചെയ്യും നിങ്ങൾ? അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം ലാഗൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഇത് അടിക്കേണ്ടതായിരിക്കും. ഇതിനെ പറഞ്ഞ പേരാണ് റാൻഡം എറർ. ഇതവിടെ നിൽക്കട്ടെ, ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഇത് നമ്മൾ കൺസിഡർ ചെയ്യും, ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൊണ്ടുവരും. രണ്ടാമതായിട്ടുള്ളത് എന്താണ്? സിസ്റ്റമാറ്റിക് എററാണ്. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാത്തതിൻ്റെയാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇൻസ്ട്രുമെൻറ്റിലുള്ള എറർ നിങ്ങളത് കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങൾ ഒരു സ്കെയിലെടുത്ത് നിങ്ങൾ അളക്കുമ്പോൾ ആ സ്കെയിലിൻ്റെ തറ്റം ചിലപ്പോൾ ഒന്ന് ടിയറായി ഉണ്ടാവും, അതായത് പോയിണ്ടാവും, കുറച്ച് ഭാഗങ്ങളൊക്കെ പോയിണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കണം. ഇനി വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയും.
അതായത് നമ്മൾ ഒരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ആ സ്കെയിൽ എത്ര എണ്ണം ഉണ്ടോ അതേ ഡിവൈഡഡ് ബൈ അതിപ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ സ്കെയിലാണ്, 15 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും, ആ ഏറ്റവും ചെറിയ വാല്യൂ ആ സ്കെയിൽ എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് ലീസ്റ്റ് കൗണ്ട് കാണാൻ പറ്റും. എല്ലാ ഇതിലും ശരിക്കും പറഞ്ഞാൽ എററുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു മീറ്റർ സ്കെയിൽ എടുക്കുന്നതാവില്ല ഇതിലുള്ളത്. അതായത് ലീസ്റ്റ് കൗണ്ട് നോക്കുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഏത് 15 സെൻറ്റിമീറ്ററുടെ സ്കെയിലിൽ അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നമ്മളെപ്പോഴും പ്രിസിഷൻ നോക്കുമ്പോൾ പ്രിസിഷൻ പ്ലസ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും എക്സ്പെരിമെൻ്റലിൽ നമുക്ക് എപ്പോഴും വേണ്ടി വരിക. വേറൊരു എക്സാമ്പിൾ പറയാം. ഇംപെർഫെക്റ്റ് പ്രൊസീജിയർ കാരണം ഈ ഒരു എറർ ഉണ്ടാവും. ഞാൻ പറയാം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു തെർമോമീറ്റർ ഓക്കെ, നിങ്ങൾ പറയാണ് 100 ഡിഗ്രി സെൽഷ്യസിനാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുക, വെള്ളം തിളയ്ക്കുക, വാട്ടർ ബോയിലാവുക. പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ തെർമോമീറ്ററിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങളുടെ ടെമ്പറേച്ചർ 104 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് തിളയ്ക്കുള്ളൂ, അതായത് കറക്റ്റ് കാണിക്കുള്ളൂ. അപ്പോൾ എന്ത് എററാണത്, ഇൻസ്ട്രുമെൻ്റൽ എററാണ്. ഇങ്ങനെയും കുറേ എററുകൾ ഉണ്ടാവാം. ഈ ഒരു എററുകളൊക്കെ നമ്മുടെ സിസ്റ്റമാറ്റിക് എററുടെ അടിയിലാണ്. പക്ഷേ ഇതൊന്നല്ല മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. ഈ റാൻഡം എറർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രൊസീജിയറുകൾ ചെയ്താൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ റാൻഡം എറർ എങ്ങനെയൊന്നുമല്ല. റാൻഡം എറർ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ അബ്സല്യൂട്ട്, അതുപോലെ റിലേറ്റീവ്, അതുപോലെ പെർസെൻറ്റേജ്, ഈ 3 തരത്തിലുള്ള എററാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എററുകൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള 3 മെത്തേഡുകളാണ് നമ്മളിപ്പോൾ പറയണേ. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ലെങ്ത്താണ് മെഷർ ചെയ്യേണ്ടത് വിചാരിക്കുക. നിങ്ങളൊരു 6 ലെങ്ത് എടുക്കും, 6 ലെങ്ത്ത് നിങ്ങൾ മെഷർ ചെയ്യും, 6 വട്ടം നിങ്ങൾ മെഷർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂകളായിരിക്കും A1, A2, A3, A4, A5, A6. ഇനി നിങ്ങൾ ഇതിൻ്റെ മീൻ എടുക്കും. മീൻ എന്താണെന്ന് ആർക്കും അറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര വാല്യൂ ഉണ്ടോ അതേ ഡിവൈഡ് ബൈ അതിൻ്റെ നമ്പർ കിട്ടി നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ എന്നൊക്കെ പറയാം, നമുക്ക് വേണമെങ്കിൽ അത് കിട്ടും. അങ്ങനെ മീൻ എടുക്കും. അതായത് ഈ പറഞ്ഞ ഫുള്ള് എയും കൂടിയിട്ട് A1, A2, A3, A4, A6 ബൈ നമ്പർ ഓഫ് ഇത്, അതായത് ഇവിടെ 6 ആണുള്ളത്, അത് നമ്മൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതാണ് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ മീനും അതുപോലെ തന്നെ ഈ എകളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും, ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസുകളൊക്കെ നമ്മൾ മൈനസ് ചെയ്യും. ഓക്കെ, അതായിരിക്കും എന്ത് ഓരോ വാല്യൂവിൻ്റെയും എറർ എന്ന് പറഞ്ഞാൽ A1-ലായാലും A2-ലായാലും A3-ലുള്ള എറർ എന്ന് പറഞ്ഞാൽ. സോ ഇനി അടുത്തതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വന്ന എററുകളുണ്ടല്ലോ അതിൻ്റെ മീൻ എടുക്കും. അതായത് ഈ എററുകളുടെ മീൻ, അത് നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും. അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ. അതായത് സിമ്പിൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത എല്ലാ വാല്യൂസിൻ്റെയും എററുകളുടെ ഒരു ആവറേജ് വാല്യൂ അത് നമുക്ക് കിട്ടാൻ പറ്റും. അടുത്തായിട്ട് പറയാനുള്ളത് റിലേറ്റീവ് എററാണ്. റിലേറ്റീവ് എറർ എന്താ ചെയ്യുക, നമ്മളെ ഈ ഒരു ഡെൽറ്റ മീൻ ഉണ്ടല്ലോ, അതായത് ഒരു എറർ വന്നത് എററുകളുടെ മീൻ എന്ന് പറയുന്നത് അതേ ഡിവൈഡ് ബൈ നമ്മുടെ ശരിക്കുള്ള മീൻ നമ്മൾ നോക്കും. അപ്പോൾ അതിലുള്ള നമുക്കൊരു ഡിഫറൻസ് നമുക്ക് നോക്കാൻ പറ്റില്ലോ റിലേറ്റീവായിട്ട്. അതിന് പറഞ്ഞ പേരാണ് റിലേറ്റീവ് എറർ. ഇനി പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഈ റിലേറ്റീവ് എററിനെ നമ്മൾ ശതമാനത്തിൽ പറയാണ്. എനിക്കിപ്പോൾ പറയണം 60% എറർ ഉണ്ട്, 90% എറർ ഉണ്ട്, ഇങ്ങനെ പറയണ ഇതാണ് പെർസെൻറ്റേജ് എറർ. ഇനി എററുകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുക, എങ്ങനെയാണ് ഇൻഡു ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ പവർ എടുക്കുക, ഇതൊക്കെ നമുക്ക് നോക്കണം. ഇത് നോക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ബോർഡിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ ഓഫ് എറർ നോക്കാം. അതായത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്താ പഠിക്കണേ, 2 കാര്യങ്ങളുടെ കോമ്പിനേഷൻ എറർ വെച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അതാണ് നമ്മൾ നോക്കണേ. അതായത് സപ്പോസ് ഇതൊരു റെക്റ്റാങ്കിളാണ്. എനിക്ക് നമ്മുടെ ലാബിൽ ഈ റെക്റ്റാങ്കിളുടെ ലെങ്ത്തും ബ്രെഡ്ത്തും അളക്കണം. എന്തിനാണ്, 2 × L+B ആണ് എന്തിൻ്റെ പെരിമീറ്റർ, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ ഡിസ്റ്റൻസാണ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടേക്ക് പറയാൻ പറ്റുക. അതായത് ഞാൻ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഞാൻ എടുക്കുകയാണ്,
പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ കറക്റ്റ് പ്രിസിഷൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 അളവ് എടുക്കുകയാണ്. അതായത് ഈ 2 അളവുകൾ എടുക്കുകയാണ്. ഈ ഒരു ഇൻട്രോവലിൽ പറയുകയാണ് ഞാൻ. ഇതാണ് എൻ്റെ കറക്റ്റ് വാല്യൂ. എന്നാലും എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 2 വര. ഓക്കെ, ഇതുപോലെ എവിടെയൊക്കെ ഉണ്ടാവും? ബ്രെഡ്ത്തിലും ഉണ്ടാവും. ഒരു ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുണ്ടാവും. എന്തിനാണ്? പ്രിസിഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു എററുകൾ സപ്പോസ് ഇവിടെ 15 ആണ് സെൻറ്റിമീറ്റർ കിട്ടിയ പ്ലസ് ഓർ മൈനസ് എന്തുണ്ട്? 1 സെൻറ്റിമീറ്റർ ഉണ്ട് വിചാരിക്കുക. അപ്പുറത്ത് 5 പ്ലസ് ഓർ മൈനസ് 0.5 സെൻറ്റിമീറ്റർ ഉണ്ടാവും വിചാരിക്കുക. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ 0.5 എന്ന് ഇവിടെ എഴുതിയതും അതുപോലെ ഇവിടെ 1 എന്ന് എഴുതിയതും, ഇതിനെയാണ് എററുകൾ എന്ന് വിളിക്കണേ. ഓക്കെ, സോ നമ്മുടെ ഇതിൽ എന്താ കണ്ടുപിടിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ 2 കാര്യങ്ങൾ കൂട്ടുമ്പോൾ ഈ പെരിമീറ്ററിൽ, അതാണ് എക്സാമ്പിൾ പറയാനുള്ള കാരണം, L+B അങ്ങനെയുള്ള കൂട്ടാനുള്ള ഭാഗങ്ങളിൽ നമുക്ക് എററുകൾ തമ്മിൽ കൂട്ടാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അതിനുള്ള ഒരു മാത്തമാറ്റിക്കലായിട്ടാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ നോക്കണേ. അപ്പോൾ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ്. അതിന് മുന്നേ നിങ്ങൾക്കൊരു കാര്യം അറിയണം. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? A+B ആണ്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തോളൂ. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ L+B ആണ്. സെഡ് ഈക്വൽ ടു എന്താണ്? L+B. ഓക്കെ, അപ്പോൾ ശരിക്കുള്ള എനിക്ക് കിട്ടുന്ന എന്താ? സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ്. ഇതാണ് എറർ. അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ L പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ L. ഈ ഡെൽറ്റ L എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതുപോലെ ഈ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ എററാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് B പ്ലസ് ഡെൽറ്റ B. ഓക്കെ, ബ്രാക്കറ്റ് ചെറുതായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, പക്ഷെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എല്ലിനും ഇനി മുന്നത്തെ 2 സൈനുകൾ നോക്കുക. L+B. ഈ ഒരു ഇത് നോക്കുക, ഇവിടത്തെയും പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ L. ഇവിടെയും പ്ലസ് ഓർ മൈനസ് ഉണ്ട്. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ B. അതായത് നമ്മളിപ്പോൾ ഒരു ജനറൽ ഇക്വേഷനിലേക്ക് കിടക്കാൻ പോവാണ്. നമുക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വീഡിയോ പോസ് ചെയ്യാമെന്ന് നോക്കുക. എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതിലുണ്ട് അതിൻ്റെ ഉത്തരം. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, കണ്ടുപിടിച്ച് വിചാരിക്കണം. ഈ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? ഈ ഡെൽറ്റ എല്ലിനോടും ഡെൽറ്റ ബിക്കും ഈക്വലാണ്. അതായത് നമ്മളുടെ ആദ്യം എഴുതിയുണ്ട് സെഡ് ഈക്വൽ ടു L+B. അത് തന്നെയാണ് ഇവിടെ, സെഡ് ഈക്വൽ ടു L+B. ബാക്കിയുള്ള ഇതാണ്. അതായത് ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ L പ്ലസ് ഡെൽറ്റ B. ഓക്കെ, ഇതേ സാധനം തന്നെയാവുക എവിടെയും വരുന്നുണ്ടാവുക, സബ്സ്ട്രാക്ഷനിലും വരുന്നുണ്ടാവുക. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ റൂള് കിട്ടി. എന്ത് ചെയ്യുമ്പോൾ? പ്ലസ് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം. നോക്കുക, ഇത് ടൈം വേസ്റ്റിംഗ് അല്ല. ഇത് വേറൊരു കുട്ടി വന്നിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഏരിയ
കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലത്തെ ഉള്ള ബേസിക് ഇക്വേഷൻ ആയിട്ടുള്ള L × B ചെയ്യണം. ലെങ്ത് × ബ്രെഡ്ത്ത്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എറർ ഉണ്ടെങ്കിൽ, എറർ എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിടും, അതായത് +or- എന്നുള്ള രീതിക്ക് ഇടും. കുറച്ച് വാല്യൂകൾ നമ്മൾ ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. ആ ഒരു ഇൻ്റർവെല്ലിൽ പറയും നമ്മൾ ആ ഒരു പാനയുടെ വലിപ്പ, മാറ്റിൻ്റെ വലിപ്പ, ബുക്കിൻ്റെ വലിപ്പ എന്താ വെച്ചാൽ. സോ L × B. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് എന്തില്ല, സമ്മിലാണ്. ഇപ്പോൾ നോക്കുന്നത് എന്തില്ല, പ്രൊഡക്റ്റിലാണ്. പ്രൊഡക്റ്റിൽ നമുക്ക് എറർ തമ്മിൽ എന്താണ് ചെയ്യാൻ പറ്റുക, എറർ വെച്ചിട്ട് നമുക്ക് ഇൻഡ്യൂ ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് നമ്മൾ നോക്കണേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുക്കുകയാണ്. സെഡ് എന്ന് പറഞ്ഞാൽ L × B, അതായത് ഏരിയ. സെഡ് എന്ന് പറഞ്ഞ ഏരിയ, അതായത് സെഡ് +or- ഡെൽറ്റ സെഡ് ആണ് എന്ത്, L × B. എല്ലിനെ L +or- ഡെൽറ്റ L ഇൻറ്റു B +or- ഡെൽറ്റ B. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഇത് മുന്നേ പഠിക്കേണ്ടതാണ് നിങ്ങൾ. A × B, A + B ഇൻറ്റു B + C. B + C അല്ല, D + C ആണെന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ ചെയ്യുക, 2 ഇൻറ്റു ചെയ്യും, അതുപോലെ ഇവിടെ നിന്നും 2 ഇൻറ്റു ചെയ്യും. അതായത് AD + AC + BD + BC. ഇതേ സാധനം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാൻ പോവാണ്. അതായത് പൂസ് ചെയ്യുന്നത് നിങ്ങളതിനെ ചെയ്ത് നോക്കുക. L × B എന്ത് വരും, LB പ്ലസ് L × ഡെൽറ്റ B +or- L × ഡെൽറ്റ B. ഇനി ഡെൽറ്റ L × B +or- ഡെൽറ്റ L × B. ഇനി എന്താണ്, +or- ഡെൽറ്റ L × +or- ഡെൽറ്റ B. സോ ഡെൽറ്റ L × ഡെൽറ്റ B. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതെന്ന് പറഞ്ഞാൽ രണ്ടും ചെറിയ എററുകളാണ്. അത് കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യാം, ബാക്കിയുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, LB ആണ്. അപ്പോൾ +or- ഡെൽറ്റ സെഡ് ആണ് എന്ത്, ഈ ഒരു റിലേഷൻ അടിയിലത്തെ നമ്മളുണ്ടാക്കിയത്. നമുക്കതൊന്ന് എഴുതാം. ഡെൽറ്റ സെഡ് = L ഡെൽറ്റ B. നമ്മൾ പ്ലസ് മാത്രമേ എടുക്കുന്നുള്ളൂ, പ്ലസിൻ്റെ കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഡെൽറ്റ B പ്ലസ് ഡെൽറ്റ L B. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഇങ്ങനത്തെ എററുകൾ തന്നാൽ കൂട്ടാനുള്ള ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. അത് കാരണം പക്ഷേ ഇവിടെ എറർ മാത്രമാണോ ഇപ്പോൾ ഉള്ളത്, അല്ല, L-ൻ്റെ വാല്യൂ ഉണ്ട്, അതുപോലെ B-ൻ്റെ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എററുകൾ മാത്രമായിട്ട് കൂട്ടാൻ വേണ്ടി നമ്മൾ വേറെ കാര്യം പഠിച്ചിട്ടുണ്ട്. അതാണ് പെർസെൻറ്റേജ് എറർ നമ്മൾ നേരത്തെ പഠിച്ചത്. സോ ഈ ഒരു എററിനെ പെർസെൻറ്റേജ് എറർ ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ എന്ത് ചെയ്താൽ മതി, സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സെഡ് ബൈ സെഡ് എന്ന് പറയുന്നത് L ഡെൽറ്റ B ബൈ സെഡ് പ്ലസ് ഡെൽറ്റ LB ബൈ സെഡ് എന്നായി. ഇനി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സെഡ് എന്ന് പറഞ്ഞാൽ LB ആണ്. ആ വാല്യൂ എനിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? L ഡെൽറ്റ B ബൈ LB പ്ലസ് ഡെൽറ്റ LB ബൈ LB. നിങ്ങൾ തന്നെ നോക്കുക, ഇതിൽ വല്ലതും ക്യാൻസൽ ചെയ്ത് പോവുമോ? ബിയും ക്യാൻസൽ ചെയ്യാം, എല്ലും ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് അവസാനത്തെ ഇക്വേഷൻ കിട്ടി. എന്താണ്? ഡെൽറ്റ സെഡ് ബൈ സെഡ് എന്ന് പറയുന്നത് ഡെൽറ്റ L ബൈ L പ്ലസ് ഡെൽറ്റ B ബൈ B ആണ്. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ഇതേ കേസാവും. നമ്മൾ നേരത്തെ സബ്സ്ട്രാക്ഷനിലത്തെയും അഡീഷനത്തെയും ഒരു കേസ് പറഞ്ഞ പോലെ രണ്ടും സെയിം തന്നെയായിരിക്കും ഇതിലും. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാണ്ട്. നമ്മളെന്താ കണ്ടുപിടിച്ചു? ഒന്ന് സമ്മിൻ്റെ രീതിയിലുള്ള എറർ എങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത് പേഴ്സൻറ്റേജ് എറർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഫോർ എക്സാമ്പിൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, മറ്റേതിൽ എക്സാമ്പിൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇനി ഒരു കാര്യം കൂടിയും പറഞ്ഞു തരാണ്ട്, അത് കഴിഞ്ഞ് ഈ ടോപ്പിക് വഴിയാണ്. സപ്പോസ് ഈ സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറയാണ്? സ്ക്വയറിൻ്റെ അല്ല, ക്യൂബിൻ്റെ. അതായത് ഇത് ക്യൂബാന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഈ ക്യൂബിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയാണ്. അതെന്തായിരിക്കും? A ഇൻറ്റു A ഇൻറ്റു A. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതായത് A ഇൻറ്റു A ഇൻറ്റു A ആണ് എന്ത്? A ക്യൂബ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എററുകൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? മൾട്ടിപ്ലിക്കേഷൻ്റെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് ഇവിടേക്ക് അപ്ലൈ ചെയ്യണം. അതായത് എന്താണ്? നമുക്ക് സെഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? A ക്യൂബാണ്. ഡെൽറ്റ സെഡ് ബൈ സെഡ് എന്തായിരിക്കും? ഒന്ന് എഴുതി നോക്കുക. ഇതേ കൺസെപ്റ്റ് A ഇൻറ്റു A ഇൻറ്റു A ആണ്. അപ്പോൾ ഡെൽറ്റ A ബൈ A പ്ലസ് ഡെൽറ്റ A ബൈ A പ്ലസ് ഡെൽറ്റ A ബൈ A. ഓക്കെ, അതായത് എന്താണ്? 3 ഇൻറ്റു ഡെൽറ്റ A ബൈ A അല്ലേ? ഓക്കെ, ഈ ഒരു ലോജിക്ക് കിട്ടിയല്ലോ. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോവാണ്. സപ്പോസ് ഇത് ക്യൂബിൻ്റെ കാര്യമൊന്നുമല്ല, എന്നാലും ഒരു ഫോർമുലേഷനായിട്ട് നമ്മൾ പറയുകയാണ്. ഇനി ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്നുള്ളൊരു ഇതിലേക്ക് എത്താൻ പോവാണ്. സെഡ് എന്ന് പറയുന്നത് A റൈസ് ടു P, പിയും A ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്പർ ആയിക്കോട്ടെ, കുഴപ്പമില്ല, B റൈസ് ടു Q ബൈ C റൈസ് ടു R ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? ഇതേ സാധനം ഇവിടെ ആഡ് ചെയ്യുക. ഇവിടെ A ക്യൂബ് ആയിപ്പോൾ A റൈസ് ടു 3 ആയിപ്പോൾ 3 ഇൻറ്റു A റൈസ് ടു A എന്നായി. ഇവിടെ A റൈസ് ടു P എന്നാവണു. അപ്പോൾ എന്താവും? P ഇൻറ്റു ഡെൽറ്റ A ബൈ A. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഇതുപോലെ തന്നെ ബീൻ്റെ എഴുതുക. ബീൻ്റെ മുകളിൽ എന്താണ്? Q ആണ്. സോ Q ഇൻറ്റു ഡെൽറ്റ B ബൈ B. ഇനി വേറെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, ഈ CR എന്താപ്പോൾ ചെയ്യേണ്ടതെന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ എന്താ പറഞ്ഞത്? മൾട്ടിപ്ലിക്കേഷനും അതുപോലെ ഡിവിഷനും ഇത് സെയിമാണ്. ഫ്രണ്ടിലത്തെയോ പ്ലസിനും മൈനസിനും ഇത് സെയിം തന്നെയാണ്. അതായത് ഇവിടെ ആണെങ്കിലും എന്താ തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അതായത് C എന്ന് പറയുന്നത്
ആർ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി കിട്ടും. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഒരു കാര്യം കൂടിയും പറയാം. എനിക്ക് വേണമെങ്കിൽ ഇത് സുഖമായിട്ട് നമ്പറിൽ എക്സ്പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇതാക്കാം. പക്ഷെ അതല്ല, നമ്മൾ കുറച്ച് കഴിയും തോറും മാത്തമാറ്റിക്സ് കൂടുതൽ ഇൻവോൾവ് ചെയ്ത് തുടങ്ങും. ഇതെന്തിനാണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് യൂണിവേഴ്സലായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും. അത് നമുക്കിങ്ങനത്തെ വേരിയബിളൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഇത് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും അത് ബേസില്ലാത്ത കാരണമാണ്. പരമാവധി ഒന്നുകൂടിയും ഈ ഒരു ഭാഗം കാണുക, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, നമ്മളിപ്പോൾ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യാൻ പഠിച്ചു. ഇനി എന്തായാലും ആരും ഒരിക്കലും ടീച്ചറോട് പോയിട്ട് അയ്യോ ടീച്ചർ എനിക്ക് എക്സ്പെരിമെൻ്റലായിട്ട് എടുക്കാൻ അറിയില്ല ഒന്നും പറയരുത്. ഇതാണ് അവിടെയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. സർവൈവൽ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര കുറച്ചുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ ലാബിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ പരീക്ഷയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതധികം ഇമ്പോർട്ടൻ്റ് അല്ല. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്നാണ്. എത്ര മീറ്ററാണ്? നാലാമത്തെയാണ് ഉത്തരം. 10⁻⁻10 മീറ്ററാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഈ പറയണ കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യാനാണ് പറയണത്. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ അത് ചെയ്യാൻ നോക്കുക. ഓക്കെ, ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഒരു വർഷം ട്രാവൽ ചെയ്യണ ദൂരം, അതാണ് ലൈറ്റ് ഇയർ. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ എത്ര? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 10⁻⁻10 മീറ്ററാണ്. ഇനി ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ ആവറേജ് ഡിസ്റ്റൻസാണ് സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ളത്. ഓക്കെ, പിന്നെ ഒരു ഫെർമി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻15 മീറ്ററാണ് ഒരു ഫെർമി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ പറയണ ഫിഗർ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലവർ പറയുന്നത് എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഡി കാണാൻ പറ്റണമെന്നാണ്. നമ്മളെന്താ അസ്യൂം ചെയ്യാറ്? നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? ഈ ഇത് ഒരു സർക്കിളിൻ്റെ ഭാഗമായിട്ട് വെച്ചേക്കാണ്. അതായത് ഒരു വലിയൊരു സർക്കിളിൻ്റെ ഭാഗമാണിത്. അതായത് ഒരു വലിയൊരു സർക്കിളിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുക? ഈ ആർക്ക് ആണ് ഈ പറയുന്ന ബി എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ചെറുതാവൂട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര ഉണ്ടാവില്ല. ഈ ബി എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാവും. സോ നമ്മൾ S=R θ വെച്ച് നോക്കുമ്പോൾ എന്താവും ഫോർമുല വരിക? B = D തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിളാണ്, ഈ ഒരു ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ D തീറ്റ. അപ്പോൾ D എന്തായിരിക്കും? D എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ B/θ എന്ന് വരും. ഓക്കെ, അപ്പോൾ D = B/θ.